ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇതാക്കും നമ്മളിതാ 2 ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് എല്ലാവരും എവിടെ പോയി, എല്ലാവരും ഉണ്ടോ? അപ്പോൾ ഇതാക്കും നമുക്കിപ്പോൾ പറ്റ കമൻസൊക്കെ ഭയങ്കര കുറവാട്ടോ. ഇവിടെ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആരും തന്നെ ഇപ്പോൾ നമ്മളെ ചാനലൊന്നും കാണുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ കാണുന്നവരാണെങ്കിൽ ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ടേക്ക് വരാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇന്ന് നമ്മൾ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങളെ നമ്മളിതിപ്പോൾ നമ്മളെ വീടിൻ്റെ അകത്തൊരു ഭാഗത്തേക്കായിട്ടാണ് നമ്മൾ കോഴിക്കുഞ്ഞിനെ അട വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ വിരിഞ്ഞിറങ്ങി. ഇനിയിപ്പോൾ കോഴിമുട്ടയൊക്കെ വിരിഞ്ഞിറങ്ങിയതുകൊണ്ട് തന്നെ തള്ളക്കോഴി നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ട് പുറത്തിറങ്ങാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ കൂട്ടിൽ തന്നെ ഇതാക്കുന്ന കൂടൊക്കെ ഉള്ളതുകൊണ്ട്, പക്ഷേ കൂട് നമ്മളെ ഗ്രില്ലാട്ടോ. അടിഭാഗം മൊത്തം സൈഡൊക്കെ ഗ്രില്ലാണ്. ഗ്രില്ലായതുകൊണ്ട് തന്നെ കാറ്റും വെളിച്ചമൊക്കെ കിട്ടാനൊരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ നമ്മളെ കോഴികൾക്ക്. പിന്നെ ഈ അടിഭാഗമാണ് ഒരു ബുദ്ധിമുട്ടായി തോന്നിയത്. എന്ന് വെച്ചാൽ ഗ്രില്ലായതുകൊണ്ട് കുഞ്ഞി കാലല്ലേ, വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങളെ. അപ്പോൾ ഞാൻ ഇതാക്കുന്ന ഒരു കാർഡ്ബോർഡിൻ്റെ പെട്ടി അതേപോലെ എടുത്തിട്ട് ഉള്ളിൽ ഇങ്ങനെ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ വിരിച്ചു കൊടുത്തിട്ടുണ്ട്, ഗ്യാപ്പൊന്നും ഇല്ലാത്ത പോലെ വിരിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ വീട്ടിൽ ഗ്രില്ലാകുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാനിത് അങ്ങനെ തന്നെ കാണിക്കുന്നത്. കണ്ട കാർഡ്ബോർഡിൻ്റെ ഇത് ഇങ്ങനെ വിരിച്ചാട്ടോ. വിരിച്ചതിന് ശേഷം നമ്മൾ ഇതാക്കുന്ന ഒരു പാറപ്പൊടി മണലൊക്കെ ഉള്ള ആ ഒരു ഒലിച്ച് വന്ന ആ ഒരു പൊടിയാട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെന്തിനാ ഇട്ടെന്ന് വെച്ചാൽ ഈ കോഴിക്കുഞ്ഞുങ്ങൾ കാഷ്ടക്കായി കൂട് വൃത്തികേടാകാതിരിക്കാനും അതേപോലെ ഇതിൻ്റെ കുടിക്കാൻ കൊടുക്കുന്ന വെള്ളമൊക്കെ നനഞ്ഞിട്ട് വൃത്തികേടാകാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ഞാൻ മണൽ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ഇവർക്ക് ഇവിടെയാണ് സെറ്റ് ആക്കിയിരിക്കുന്നത്. വെച്ചാൽ ഇവരെ എപ്പോഴേ പുറത്തയച്ച് വിട്ടാൽ നമ്മളെ കാക്കയും പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞാൽ നമ്മളെ കോഴിമക്കളൊന്നും ഇല്ലാതാവും. ഇപ്പോൾ നമുക്ക് 11 കോഴിക്കുഞ്ഞുങ്ങളായിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങൾക്കൊന്നും ഒരു അസുഖമോ കാര്യങ്ങളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഇവർക്ക് സ്റ്റാർട്ടറാട്ടോ തിന്നാൻ കൊടുക്കുന്ന നമ്മൾ ഇതാക്കുന്ന. അതേപോലെ കുറച്ച് പരന്ന പാത്രത്തിലാട്ടോ കൊടുത്തിരിക്കുന്നത്, ഞാൻ തീറ്റ ഇട്ടെടുത്തിനും. അതേപോലെ തന്നെ വെള്ളം ഒരു ചെറിയൊരു മൂടിയിലാട്ടോ ഇപ്പോൾ നമ്മൾ പാർന്നു കൊടുത്തത്. അപ്പോൾ അവർക്ക് ഇങ്ങനെ കുടിക്കാനൊക്കെ ഇനി കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഈ നമ്മുടെ വെള്ളം കൊടുക്കുന്ന ആ ഒരു പാത്രത്തിൽ കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതാക്കുന്ന ചെറിയൊരു ഒരു മൂടിയിലാട്ടോ വെള്ളം വെച്ചെടുക്കുന്നത്. അപ്പോൾ അവർ വലിയ പാത്രത്തിലൊക്കെ മുങ്ങി പോവുകയല്ലോ, പിന്നെ കുഞ്ഞു മക്കളായതുകൊണ്ട് തന്നെ ചത്തൊക്കെ പോകും വലിയ പാത്രത്തിലൊക്കെ വെള്ളം വെച്ചെടുക്കുമ്പോൾ. അപ്പോൾ ഇതൊക്കെ പരന്ന പാത്രത്തിൽ കുറച്ച് തീറ്റയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളെ ഗ്രില്ലായതുകൊണ്ട് തന്നെ കുറച്ച് കാറ്റും വെളിച്ചമൊക്കെ കിട്ടാനുള്ള നല്ല സുഖം ഉണ്ടാവും. പക്ഷേ ഈ ചൂടാണല്ലോ, നമുക്ക് ഭയങ്കര ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്ലാസ്റ്റിക്കൊക്കെ ഒന്ന് പൊക്കി വെച്ച് കൊടുത്താൽ കേട്ടോ കാറ്റും വെളിച്ചമൊക്കെ ഒന്ന് കിട്ടാം. പിന്നെ സന്ധ്യ ആകുന്ന സമയത്ത് താത്തി വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ ഓടിച്ചാടി നടക്കാനൊക്കെ ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ ഈ കൂട്ടിൽ. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ചും കൂടി കഴിയുന്നത് വരെ നമ്മൾ ഈ ഒരു അടിഭാഗം ഇങ്ങനെ തന്നെ ഇടാമെന്ന് വിചാരിച്ച്. നമുക്ക് ഇതേപോലെ മണ്ണൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ മരപ്പൊടിയൊക്കെ ഉണ്ടല്ലോ മില്ലിൽ കിട്ടുന്നത്, അതൊക്കെ ഇട്ട് കൊടുത്താലും മതി. പക്ഷേ അത് എനിക്ക് കിട്ടാനില്ലാത്തത് കൊണ്ടാട്ടോ, ഇപ്പം കിട്ടാനില്ലാത്തതുകൊണ്ട് നമ്മൾ അതായിരുന്നു ചെയ്യൽ. കൂടിൻ്റെ അടിയൊക്കെ ഗ്രില്ലായതുകൊണ്ട് ചാക്കി വിരിച്ച് ആണിയൊക്കെ അടിച്ചിട്ടായിരുന്നു ചെയ്യൽ. ഇപ്പം നമുക്ക് ഇതില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ കൂട് നന്നായിട്ട് മരപ്പൊടി ഇല്ലാത്തതുകൊണ്ടാണ് ഒരുപാട് ഇങ്ങനെ ചെയ്തത്. കാഷ്ടൊന്നും ഇല്ലാതെ മണ്ണായതുകൊണ്ട് വലിയ വൃത്തികേടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഇതാക്കുക നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. അസുഖങ്ങളൊന്നും പെട്ടെന്ന് വരില്ല. ഇത് ഒരുപാട് നനവ് ചീച്ചിലൊക്കെ വരുമ്പോൾ ഫംഗസൊക്കെ വന്നിട്ട് ഒരുപാട് പെട്ടെന്ന് അസുഖങ്ങൾ വരും ഇവർക്ക്. അതുകൊണ്ട് തന്നെ അസുഖങ്ങളും കാര്യങ്ങളും വരാൻ ചാൻസൊക്കെ ഭയങ്കര കുറവാണെന്ന് വെച്ചാൽ അത്രയും നീറ്റാട്ടോ നമ്മളെ കൂട് ഇവർക്ക് സെറ്റപ്പ് ആക്കി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാക്കുന്ന നമ്മൾ സ്റ്റാർട്ടറാണ് തീറ്റ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കുഞ്ഞി തരി റവയോ അല്ലെങ്കിൽ പൊടിയരിയൊക്കെ പൊടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മളെ കയ്യിലിപ്പോൾ നമ്മൾ കുറേ ആയിട്ട് നമ്മൾ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങൾക്ക് സ്റ്റാർട്ടർ തന്നെയാണ് കൊടുക്കൽ, അതുകൊണ്ടാട്ടോ നമ്മൾ കൊടുത്തത്. ഇനി ഇതില്ലെങ്കിലും നമുക്ക് അരി പൊടിച്ചതോ അല്ലെങ്കിൽ റവയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാം, അല്ലെങ്കിൽ ഗോതമ്പ് ചെറുതായിട്ട് നുറുക്കി കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ തീറ്റ ഇവിടെ ഉള്ളത് കൊണ്ടാട്ടോ ഞാനിങ്ങനെ കൊടുത്തത്. ഇല്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഇവർക്ക് കുറച്ച് ചെറുപ്പത്തിലേ നമ്മൾ തീറ്റകളൊക്കെ നമ്മൾ കടകളിലെ തീറ്റയല്ലാതെ നമ്മൾ നാടൻ തീറ്റയൊക്കെ ശീലിപ്പിച്ച് വരണമല്ലോ. അപ്പോൾ ഇതാ ഇനി ചെറിയൊരു വീഡിയോ എടുക്കാമല്ലോ എന്ന് മാത്രം വിചാരിച്ചിട്ട് ഇന്നൊരു വീഡിയോ ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കൂട്ടിലേക്ക് മാറ്റിയത് ഒരു വീഡിയോ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇങ്ങനെ ഗ്രില്ലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി. അപ്പോൾ നമ്മളെ കൂടും വൃത്തിയായിട്ടുണ്ടാവും, അവരെ കാലും കുടുങ്ങില്ല, നല്ല ഉഷാറായിട്ട് തന്നെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ ചെറിയ പരന്ന പാത്രത്തിലാട്ടോ ഒരു മൂടിയിലാട്ടോ വെള്ളം വെച്ചിരിക്കുന്നത്. അത് ഇടയ്ക്കിടയ്ക്ക് ഇവർ കുടിക്കാൻ വരുമ്പോൾ ചവിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് വെള്ളം. പിന്നെ അതേപോലെ തന്നെ അവർക്ക് വെള്ളമൊക്കെ പച്ചമഞ്ഞളും തുളസിയും കഞ്ഞി കുറുക്കലൊക്കെ ഇട്ട് വെള്ളം കൊടുക്കാം. പിന്നെ ഞാൻ ഒരു വെള്ളം തന്നെയല്ല ഇട്ട് കൊടുക്കൽ, ഡെയിലി വെള്ളം മാറ്റി എപ്പോഴെങ്കിലുമൊക്കെ വെള്ളം മാറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞിറങ്ങിയോണ്ട് നല്ല ക്ഷീണത്തിലായിട്ട് നല്ല ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് തള്ളക്കോയിൻ്റെ കാലിൻ്റെ അടുത്ത് തന്നെ പോയി നിൽക്കുന്നുണ്ട്. എപ്പോഴാണെന്നറിയില്ല ചവിട്ട് കിട്ടുക.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് ചെറിയൊരു വീഡിയോ ചെയ്യാമല്ലോ എന്ന് മാത്രം വിചാരിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇനി മുമ്പായിട്ടായിട്ട് നമ്മൾ വാക്സിൻ കൊടുക്കുന്ന വീഡിയോസൊക്കെ ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വാക്സിൻ കൊടുക്കുന്ന ഒരു വീഡിയോയും കൂടി ചെയ്യുന്നുണ്ട്. മുമ്പോട്ട് നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് എന്തായാലും ഞാൻ ചെറിയ ചെറിയ വീഡിയോസൊക്കെ എന്തായാലും ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കോഴികളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മാത്രം സപ്പോർട്ട് ചെയ്താൽ മതി കേട്ടോ. അല്ലാത്തവരെ ഞാൻ നിർബന്ധിക്കില്ല. കോഴികളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, അതേപോലെ വീട്ടിൽ കോഴി വളർത്തുന്ന സ്ത്രീകളുണ്ടാവില്ല, അവരൊക്കെ നമ്മളൊന്ന് കഴിയുന്ന സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. പിന്നെ നമ്മളെ ഇൻക്യുബേറ്ററിലൊക്കെ വിരിഞ്ഞിറങ്ങുന്ന കോഴിക്കുഞ്ഞുങ്ങളാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു കൂട്ടിൽ ഇടുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമുക്ക് ഒരു കാർഡ്ബോർഡിൻ്റെ പെട്ടിയിൽ ഒരാഴ്ചയൊക്കെ നമ്മൾ കാർഡ്ബോർഡിൻ്റെ പെട്ടിയിൽ നമ്മൾ വീടിൻ്റെ അകത്ത് എവിടെയെങ്കിലും ഒരു ബൾബൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ട് ഒരു ബ്രൂഡർ ഉണ്ടാക്കുന്നതായിരിക്കും നന്നാവുക. പിന്നെ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇതേപോലെ കൂട്ടിലൊക്കെ മാറ്റുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ബൾബ് ഇട്ട് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കോഴി വളർത്തുന്നവരാണെങ്കിൽ ഒരു ടെൻഷനായിരിക്കും, കോഴിക്കുഞ്ഞുങ്ങളൊക്കെ അയ്യോ ചത്തു പോവോ അങ്ങനെയൊന്നുമുള്ള ഒരു ടെൻഷനും വേണ്ട. നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പരിചരണം മാത്രം നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം.